Of New Year, welcoming you all to the New Year party. I guess this night is going to be filled with power-packed musical performances, mind-blowing mentalism, and of course, games and delicious dishes. Myself, Shivani Sojal, a professional TV and stage show anchor. എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പ്രോഗ്രാം ഐശ്വര്യമായിട്ട് ആരംഭിക്കാം. ഇനി ഒരുപാട് ഗസ്റ്റുകൾ വരാനുണ്ട്, ഐ നോ ദാറ്റ്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ട ടൈം നമുക്കായിട്ടുണ്ട്. ഇറ്റ്സ് ഓൾമോസ്റ്റ് 8. ഇറ്റ്സ് ഓൾറെഡി 8 നൗ. അപ്പൊ നമുക്ക് അധികം വൈകിപ്പിക്കാതെ നമ്മുടെ ഗെയിംസിലേക്കും അത് ഫാമിലിയിലെ ഒരാളായിട്ട് ആസ് എൻ ആങ്കർ, ആസ് എൻ എന്റർടൈനർ ഐ വിൽ ബി ഹിയർ. പേര് മറക്കരുത്, ശിവാനി. ഓൾസോ നമുക്ക് വയലന്റ് പെർഫോമൻസസ് കൊണ്ട് നമ്മളെ എന്താണ് അതിശയിപ്പിക്കാനായിട്ട് റിനിഷേട്ടൻ ഇവിടെ ഉണ്ട്. റിനിഷേട്ടനെ പ്രത്യേകം ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. ആളുടെ ഊഴം വരുമ്പോൾ ഞാൻ എന്തായാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഓൾസോ വി ഹാവ് മിസ്റ്റർ അസ്ലം തിരൂർ who's going to be handling keys and Mr. Hakeem Tirur who's going to handle the rhythm side. അപ്പം നമുക്ക് വേദ ഇവിടെ ഉണ്ട്. വേദ TV ഷോസിലൊക്കെ പാടിയിട്ടുള്ള ഒരു സിംഗർ ആണ്. അപ്പോൾ വേദയും പാട്ടുകളൊക്കെ ആയിട്ട് നമ്മളോടൊപ്പം ഉണ്ടാവും. ഓൾസോ ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്, നമ്മുടെ മെന്റലിസ്റ്റ്, നമ്മുടെ ഹിപ്നോട്ടിസ്റ്റ് ആയിട്ടുള്ള ആയുഷ് ഇവിടെ ഉണ്ട്. ആയുഷിന്റെ മെന്റലിസം പെർഫോമൻസസ് ഒക്കെ all are waiting. So നിങ്ങൾ വളരെ thrilled and excited ആണ് എന്ന് വിചാരിക്കുന്നു. You won't be accessing Malayalam that perfectly, right? Okay, are you comfortable in English? You're comfortable in Malayalam as well? Yes, no. Okay, fine. So how are you here in Calicut for the new year? My posting is here. Oh, okay, fine. So how long have you been here in Calicut? 2.5 years. 2.5 years. So these are your sons, right? You guys are studying in Calicut itself. അതായത് 12 o'clock ആകുമ്പോഴേക്കും ദി ഒറിജിനൽ വെടിക്കെട്ടൊക്കെ വരുന്നുണ്ട്, ഫയർ വർക്ക്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അതിന് മുന്നോടിയായിട്ട് നമുക്കൊരു സാമ്പിൾ വെടിക്കെട്ട്. ഞാനൊരു മിമിക്രി ആർട്ടിസ്റ്റ് കൂടിയാണ്, ഒരു ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. ഐ എം ഓൾസോ എ മോഡൽ. കറന്റ്ലി pursuing BSc Physics, final year student ആണ് ഇവിടെ ദേവഗിരി കോളേജിലെ. ട്രൈപ്പൻഡയിൽ ദിസ് ഇസ് മൈ സെക്കൻഡ് ടൈം ഹോസ്റ്റിംഗ് ന്യൂ ഇയർ ഇവന്റ്. സോ ഒരു വെടിക്കെട്ടിലൂടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? ഇത് ഒറിജിനൽ വെടിക്കെട്ടല്ല, ആ തോട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം. നമ്മളുടെ കുറച്ച് കൂട്ടാവോ ഗെയിം?
ഹാപ്പി ആയിട്ട് പോവാം. സോ വേദ ഇപ്പോ ഏതാണ് ഒരു ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു മ്യൂസിക് ആണോ വരുന്നത് അതോ മെലഡി ആണോ? ഇപ്പൊ നമുക്കൊരു മെലഡിയിൽ പോവാം, എന്നിട്ട് എൻഡിലാവുമ്പോഴേക്കും നമുക്ക് അടിപൊളിയാക്കാം. യെസ്, അപ്പൊ നമുക്കൊരു മെലഡി കേട്ട് പതിയെ പതിയെ ഓരോ സ്റ്റെപ്സ് ആയി കയറി വന്ന് അവസാനം നമുക്കൊരു എനർജറ്റിക് സോങ്ങിലേക്ക് കടക്കാം. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்தம் ஆசை முடிந்தது ஆசை പാർട്ടിസിപ്പേറ്റ് ഡോണ്ട് വരി, ഞാൻ കുടുംബമൊന്നും കലക്കില്ല, ആ പരിപാടിയൊന്നുമില്ല. അങ്ങനെ ഹസ്ബൻഡിന്റെ പഴയ കാലത്തെ ഗേൾഫ്രണ്ട് അതൊന്നുമില്ല, പേടിക്കണ്ട. എനിക്ക് കപ്പിൾ ഹൂസ് വില്ലിംഗ് സാറ് നല്ല പാട്ടൊക്കെ പാടുമ്പോൾ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് സാർ. ആ ഒരു ചെയ്യാം, നമുക്ക് ഒരു കുഞ്ഞു ഗെയിം വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, പ്ലീസ് ഗിവ് ഹിം എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ്. സാർ അവിടെ ഇരുന്നോളൂ, അവിടെ ഇരുന്നോളൂ. സാറ് മാരീഡ് ആണോ? വൈഫ് വന്നിട്ടുണ്ടോ? വൈഫ് ഉണ്ട്. ഓക്കെ, നമുക്കൊരു ഒരു സിമ്പിൾ ഗെയിം വെച്ച് തുടങ്ങാം. ഓക്കെ, സാറ് ഈ ഡൈസ് കണ്ടിട്ടുണ്ട് എല്ലാവരും? എവരിബഡി ഹാസ് സീൻ ദ ഡൈസ്, റൈറ്റ്? ഡൈസ് മീൻസ് ഒരു റാൻഡംനെസിന്റെ ഒരു സിമ്പിൾ ആണ് ഡൈസ്. കാരണം വി ക്യാൻ പ്രെഡിക്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ, ബട്ട് ആസ് എ മെന്റലിസ്റ്റ് ഐ എം ഗോയിങ് ടു പ്രെഡിക്ട് വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ദാറ്റ്സ് വാട്ട് ഐ ഡു. സാറിന്റെ പേരെന്താ സാർ? സുജിത് സാർ എന്താ വർക്ക് ചെയ്യണോ? എവിടെ വർക്ക് ചെയ്യുന്നത്? മേയർ. അപ്പൊ സാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഡൈസിൽ 6 നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, സാറ് മനസ്സിൽ 1 to 6 ഉണ്ടല്ലോ, തിങ്ക് ഓഫ് എ നമ്പർ ബിറ്റ്വീൻ 1 and 6. ഓക്കെ, whatever number you're thinking, place it. Like 1 ആണെങ്കിൽ 1 ചെയ്യാം and close it with your hands. My job is to figure out what you're thinking of. Okay, what number you're thinking of. ആരും കാണിക്കണ്ട, വൈഫിനും കാണിക്കണ്ട. Okay, whatever number you're thinking, place it and close it. Done? Yes. So, വൈഫിന്റെ പേരെന്താ? കാവ്യ. എത്ര കാലമായി മാരീഡ് ആയിട്ട്? 14 years. സോ അപ്പൊ എന്നെക്കാട് നന്നായി മൈൻഡ് റീഡ് ചെയ്യാൻ കാവ്യക്കായിരിക്കും പറ്റുക അല്ലേ? കാവ്യ ഗസ്റ്റ് എടുക്കുക. What number did he choose? കാവ്യക്ക് ഗസ്റ്റ് എടുക്കാൻ പറ്റുമോ? You saying 5? I think he went for number 5. Did you went for number 5? Can you confirm it? Yes. Actually, he went for number 5. Please give her a round of applause. She is the mentalist actually. I don't know how that happened. You did my job. Miss ni കുറച്ച് പെർഫോം ചെയ്യുന്നോ? Okay, നമുക്ക് 4 പ്രാവശ്യം ട്രൈ ചെയ്യാം. നമ്മൾ ഒരു തവണ ട്രൈ ചെയ്ത്. You went for number 5. Now let's do this once again. വെച്ചോ? So usually people go for 1 or 6. അതാണ് most obvious ആയിട്ട് ആൾക്കാർ 1 or 6 ആണ് പ്ലേസ് ചെയ്യുക. സാറ് 5 ആണ് ഫസ്റ്റ് പ്ലേസ് ചെയ്തത്. സോ സാറിന്റെ നെക്സ്റ്റ് തോട്ട് ഈസ് ഇനി കുറച്ചുകൂടി ഒരു സൈഡ് മാറ്റി പിടിക്കുക. ഓക്കെ, സാർ ഒന്ന് തന്നെ നോക്കാവോ? മൈൻഡിൽ ഏതാണോ നമ്പർ? കീപ് റിപ്പീറ്റിംഗ് ദാറ്റ് ഇൻ യുവർ ഹെഡ്. സാറ് നോക്കണ്ട, സാറൊന്ന് കണ്ണടയ്ക്കാവോ? വൈഫിന് ട്രൈ ചെയ്യണോ? വേണ്ട, ഫസ്റ്റ് ടൈം കിട്ടിയല്ലോ. ഐ തിങ്ക് ഹി വെന്റ് ഫോർ ദിസ്. Okay, I think he went for this number. Okay, into the mic. 2. I think that is an applause, right? നമ്മൾ 2 പ്രാവശ്യം ചെയ്തു, നമുക്ക് 2 പ്രാവശ്യം കൂടി ചെയ്യാം. Okay, so that you guys know I can actually read what he's thinking of. ഒരു പ്രാവശ്യം കൂടി നമുക്ക് ട്രൈ ചെയ്യാം. Okay, yeah? Yes. Okay, look at me. So sir, I think he's ലൈഫിൽ കോൺസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ലൈക്ക് ഐ വാണ്ട് ടു സ്ട്രൈവ് ഫോർവേഡ്. സോ യുവർ എയിം ഈസ് ടു become better, become the top, become the highest. സാർ ഒന്ന് കണ്ണടിക്കാം, കണ്ണ് തുറക്കരുത്. I think he went for this time. I think he went for. Can everybody see? Okay, sir, into the mic. 6. So that is 3 out of 3. Actually, 1 വൈഫിന്റെ ഹെൽപ്പ് കൊണ്ടാണ്. നമ്മൾ ഒറ്റ തവണ കൂടി ട്രൈ ചെയ്യും, ദ ലാസ്റ്റ് ട്രൈ. ഓക്കെ, ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ദിസ് റൈറ്റ്, ബെറ്റ് വേണോ? വേണ്ട. ഓക്കെ,
ലാസ്റ്റ് ചാൻസ്, ലാസ്റ്റ് ടൈം ഒന്നുകൂടി നമുക്ക് ചെയ്യാം. ഓക്കെ സാർ പ്ലേസ് ചെയ്തോളൂ. വെൻ യു റെഡി ജസ്റ്റ് ടെൽ മീ. ഡൺ. ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ദ ടൈം ആൾക്കാർ ഇപ്പം ഉറപ്പാണ് അവൻ എന്തായാലും കണ്ടുപിടിക്കും. ഐ എം ഷുവർ ഹി ഈസ് ഗോയിങ് ടു ഗെറ്റ് ആർ ഒരു മൈൻഡ് സെറ്റ് അതിനെ കൊണ്ട്. ഐ തിങ്ക് ഹി ഈസ് ട്രൈങ് ടു ട്രിക്ക് മീ. അതുകൊണ്ട് പുള്ളി ഈസ് ട്രൈങ് ടു ട്രിക്ക് മീ, റൈറ്റ്. ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് ആക്ച്വലി വെന്റ് ഇൻ യുവർ ഹെഡ്, റൈറ്റ്? ഐ തിങ്ക് ഹി വെന്റ് ഫോർ, കണ്ണടിക്കാവോ, ഒന്ന് കണ്ണടിക്കാവോ? ഐ തിങ്ക് ഹി വെന്റ് ഫോർ into the mic. 2. Thank you so much, sir. He was a really energetic person, sir. സാറിന് ഒരു കൈയടി കൊടുക്കും എല്ലാവരും. Thank you so much, guys. അല്ല 1 in 6 അല്ലേ, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. ബട്ട് ഒരു പാസ്വേഡ് ഈസ് 4 digit കോമ്പിനേഷൻ. മാത്സിൽ എക്സ്പേർട്ട് ആണെങ്കിൽ ദാറ്റ്സ് 9 into 9 into 9 into like it's nearly 10,000 combinations of password. Sir, could you please confirm that ഏത് പിൻ കോഡ് അടിച്ചാലും വരൂല? ലൈക്ക് ഒരു പിൻ കോഡ് പറയുമോ, റാൻഡം 4 digit 7711. സാറിന്റെ പിൻ കോഡ് അല്ലല്ലോ, എന്റെ പിൻ കോഡാ. ഓക്കെ, ഗോയിൻ ചേഞ്ച് ഇട്ടില്ല. ഇപ്പൊ ആരൊക്കെ പുറത്തിറങ്ങി പോകണ്ടെങ്കിൽ സെക്യൂരിറ്റി പിടിക്കണേ. 7711. ഓക്കെ, 7711. Did it unlock? Wrong pin entered, right? One more chance. Sir, ഒരു 4 digit നമ്പർ കൂടി. പിൻ കോഡ് ഒന്നും പറയരുത്. യൂസ് ചെയ്യാത്ത റാൻഡം 4 digit നമ്പർ. 3245. 3245. Did it unlock? No. So it doesn't unlock on every digit. But ഇന്ന് നമ്മൾ എല്ലാവരും കൂടി ക്രിയേറ്റ് ചെയ്തൊരു 4 digit നമ്പർ. What was the number, sir? 5 2 6 2 and I think that proves you can almost predict people's thoughts and read people's minds. And this has been my small session. ഇതാണ് എൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. We are going to meet sooner. നമ്മൾ ഇനിയും കുറെ ആക്സസ് ചെയ്യും. Before that, let me give the mic to Shivani. Thank you so much, guys. ഞാൻ ഇനിയും ജോയിൻ ചെയ്യും. I will be joining you soon. Thank you. So thank you, Ayush. ആയുഷിന്റെ പെർഫോമൻസസ് ഇതും കൊണ്ട് അവസാനിക്കുന്നില്ല. നിങ്ങൾ ഷോക്ക്ഡ് ആയോ? എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. ഇൻ കേസ് ഞാൻ ഇവിടെയാണ് നിൽക്കുന്നെങ്കിൽ ബാക്കിലുള്ള ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ ഒന്ന് വിളിച്ചാൽ മതി. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. ഏത് ചോദിക്കുന്നുള്ള കൺഫ്യൂഷനാണ്. ഓക്കെ, 1 മുതൽ
100 വരെ ഉള്ള നമ്പേഴ്സിൽ എത്ര 9 ഉണ്ട്? 1 മുതൽ 100 വരെ ഉള്ളതിൽ എത്ര 9 ഉണ്ട്? 1 മുതൽ 100 വരെ ഉള്ളതിൽ എത്ര 9 ഉണ്ട്? കറക്റ്റ്. ഉത്തരം ഇവിടെ പറഞ്ഞു. എന്നെ ചേച്ചി എന്നൊന്നും വിളിക്കരുത് കേട്ടോ. എന്നാ ആന്റി ഇത്? എനിക്ക് ചേട്ടന്റെ മോളെ പ്രായം ഉണ്ടാവുള്ളൂ. മോക്ക് എത്ര വയസ്സുണ്ട്? 4 മോന് 4 വയസ്സാ? വേറെ അതിന് മുകളിൽ വേറെ ആരും ഇല്ല? ഇല്ല, ലീഗലി ഇല്ല. ഓക്കെ, എന്നാലും മോളാവാനുള്ള പ്രായമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും വിളിച്ച് എന്നെ വിഷമിപ്പിക്കരുത്. എന്തോ സിസ്റ്റർ ആവാനുള്ള പ്രായം പോലും എനിക്കില്ല അല്ലേ? IAM. വാവ്, അപ്പൊ അടുത്ത IAM-ലെ ഷോ എന്നെ വിളിക്കുമല്ലോ അല്ലേ? ഉറപ്പായിട്ടും. ഓക്കെ സാർ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, വൈഫ് അല്ലേ സാറ്, ഈ ബുക്കില് എത്ര പേജ് ഉണ്ട് നോക്കാവോ? ലാസ്റ്റ് almost 400 pages ഉണ്ട് അല്ലേ ആ ബുക്കിൽ? That means every page has like 200-300 words. That means ആ ബുക്കിൽ ടോട്ടലി ഓൾമോസ്റ്റ് ഒരു 1 lakh വേർഡ്സ് ഉണ്ടാവും. സാർ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ബുക്കിൽ ഇഷ്ടമുള്ളൊരു പേജ് നമ്പർ പറയാമോ? ഇഷ്ടമുള്ളൊരു പേജ് നമ്പർ പറയാം. ഓക്കെ, ആ പേജ് നമ്പറിലേക്ക് പോവോ സാറ്? And when you reach that page number, പൂക്കാലം
animated moments is here. ഇവിടെ റൈഫിൾ ക്ലബ് എന്ന മൂവി നിങ്ങൾ എല്ലാവരും കണ്ടു എന്ന് പറഞ്ഞു. And the crew members ആ മൂവി സക്സസ്ഫുൾ ആക്കാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാവരും ഇപ്പോൾ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഷോക്ക് ആയിട്ടിരിക്കുകയായിരിക്കും. നിങ്ങൾ തിയേറ്ററിൽ നിന്ന് കണ്ട ആ ക്യാരക്ടേഴ്സ് ഇപ്പോൾ റിയൽ ലൈഫിൽ നിങ്ങളുടെ കൺമുന്നിലേക്ക് തന്നെ വന്നിരിക്കുകയാണ്. ഈ ന്യൂ ഇയർ ഈവില് നിങ്ങളുടെ സന്തോഷത്തിന്റെ ന്യൂ ഇയർ കോഴിക്കോട് ഞങ്ങളുടെ വളരെ സന്തോഷമുള്ള ഒരു ന്യൂ ഇയർ ആണ്. കാരണം റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഞങ്ങളുടെ സിനിമ ഗംഭീരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് കണ്ടോ നിങ്ങളെല്ലാവരും? അപ്പോൾ കാണാത്തവർ കാണണം. ഞങ്ങൾ അതിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് വന്നത്. അപ്പോൾ 1-2 പ്രോഗ്രാംസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ എത്തിയത്. അപ്പോൾ ഈ ന്യൂ ഇയർ നിങ്ങളുടെ കൂടെ ചേരാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പോൾ അതെ, എൻ്റെ കൂടെ പ്രശാന്ത് ഉണ്ട്, റംസാൻ ഉണ്ട്, നവനി ഉണ്ട്. ഞങ്ങളുടെ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് കാണണം. ഓക്കെ, താങ്ക് യു. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. ഹിംസയെ സാധൂകരിക്കുന്ന ഒരുപാട് സൂക്തങ്ങൾ ഗ്രന്ഥങ്ങളിലുണ്ടെങ്കിലും ഈ വേളയിൽ എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഈ വരികളാണ്. വിശപ്പിന് വേണ്ടിയും ആത്മരക്ഷയ്ക്ക് വേണ്ടിയും മറ്റൊരു ജീവൻ എടുക്കുന്നതിൽ തെറ്റില്ല. റൈഫിൾ ക്ലബ് എന്ന് പറഞ്ഞ മൂവിയിൽ നാദ്യ എന്ന് പറഞ്ഞിട്ടൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരുപാടധികം സന്തോഷമുണ്ട് ഇന്ന് ഇവിടെ വരാൻ പറ്റിയത്. ആൻഡ് റൈഫിൾ ക്ലബ് മൂവി കാണാത്തവർ എന്തായാലും പോയി കാണണം. ഭയങ്കര ഒരു എൻ്റർടൈനിങ് ഒരു മാസ് മൂവിയാണ്. അപ്പം എവറി വൺ പ്ലീസ് ഡു വാച്ച് ഇറ്റ് ആൻഡ് സപ്പോർട്ട് us. താങ്ക് യു. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി